ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ്. വയനാടിന്റെ ദുരിതപൂർണമായ ഒരവസ്ഥയിൽ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ടവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. സോ ഇന്ന് മൈൻഡ്ഫുൾനെസ്സിന്റെ മറ്റൊരു ദിവസം. പ്രത്യേകിച്ച് എങ്ങനെയാണ് നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരോട് എങ്ങനെ സംസാരിക്കാം, അത് മൈൻഡ്ഫുൾനെസ്സിന്റെ തലത്തിൽ. തീർച്ചയായിട്ടും ഇതുപോലുള്ള അവസ്ഥകളിൽ, പ്രത്യേകിച്ച് ഈ പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് സ്വന്തമായി ഒരു കൺസോർഷ്യം, റിലാക്സേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ്സിന്റെ പഴയ പാഠങ്ങൾ, പ്രത്യേകിച്ച് ആഗണി, ഗ്രീഫൊക്കെ ഉള്ള സമയങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ആന്റണി സാറിലൂടെ ഒരു ക്ലാസ് നമുക്ക് പ്രീവിയസ് ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് മുന്നോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ മനസ്സിലാക്കാം. അതോടൊപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. സാർ, ഇന്നലെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച ആ ദുരന്തത്തെക്കുറിച്ചും അതിൽ മരിച്ചവരെക്കുറിച്ചും അതുപോലെ ആ ദുരന്തത്തിന്റെ ഫലമായി ജീവിച്ചിരിക്കുന്നവർക്കുണ്ടായ കഷ്ടപ്പാടുകളും എല്ലാം നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നമുക്ക് ശാന്തമായിട്ട് കണ്ണുകളടച്ച് അവർക്ക് വേണ്ടി ആ മരിച്ചവരോടുള്ള ആദരവും അനുകമ്പയും നമുക്ക് പ്രകടിപ്പിക്കാം. ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മാരാധകരായിട്ടുള്ള വ്യക്തിയോട് എങ്ങനെ നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് അവധാനപൂർവ്വം നമുക്ക് എങ്ങനെ സംസാരിക്കാം. പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളോട്, ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളോട് സംസാരിക്കുന്ന സമയത്ത് അത് പലപ്പോഴും ഒരു ഏറ്റുമുട്ടലിലാണ് ചെന്ന് അവസാനിക്കുന്നത്. കാരണം വാഗ്വാദങ്ങൾ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, അതുപോലെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകാം. ഇങ്ങനെയുള്ള രീതിയിലാണ് പലപ്പോഴും ആത്മാരാധകരായിട്ടുള്ള ആളുകളോട് ഉള്ള നമ്മളുടെ സംസാര രീതി അവസാനിക്കുന്നത്. പക്ഷെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വ്യക്തികളെ ബോധപൂർവം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാന്തിയും, നമ്മളിൽ ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ ഒരു കാംനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പലപ്പോഴും നമുക്ക് കടക്കാനുള്ള ആ കടമ്പകളെ, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ നമുക്ക് സൗമ്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇതൊരു ഒറ്റമൂലിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വ്യക്തികൾ എപ്പോഴും വ്യത്യസ്തരാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന, അനുദിനം നമ്മൾ കണ്ടുമുട്ടുന്ന ആ വ്യക്തികൾ ചിലപ്പോൾ ജോലി സ്ഥലത്താകാം, ഫാമിലിയിലാകാം, അല്ലെങ്കിൽ അയൽവക്കങ്ങളിലാകാം, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിലുള്ളവരെല്ലാം വ്യത്യസ്തരായിട്ടുള്ള നാർസിസ്റ്റിക് ടെൻഡൻസി ഉള്ളവരാണ്. ഉദാഹരണമായിട്ട് ഹിസ് മജസ്റ്റി നാർസിസിസ്റ്റ് ഉണ്ട്, ദി പാത്തോളജിക്കൽ നാർസിസിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ദി മാലിഗ്നന്റ് ആയിട്ടുള്ള നാർസിസിസ്റ്റുകളുണ്ട്, ദെൻ ആന്റി സോഷ്യൽ നാർസിസിസ്റ്റുകളുണ്ട്, ദെൻ ദ ഡിപ്രസീവ് ആയിട്ടുള്ള നാർസിസിസ്റ്റുകളുണ്ട്, ദെൻ ഒബ്സസീവ് കമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ളവരുണ്ട്, ദെൻ പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ക്രോസ് കൾച്ചറൽ അല്ലെങ്കിൽ ക്രോസ് റിലീജിയസ് ആയിട്ടുള്ള നാർസിസിസ്റ്റുകളുണ്ട്, ദെൻ ആർട്ടിസ്റ്റുകൾ. സാധാരണഗതിയിൽ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തിയവർ പറയുന്നു മിക്കവാറുമുള്ള ആർട്ടിസ്റ്റുകൾ ഇതുപോലെയുള്ള നാർസിസ്റ്റിക് ടെൻഡൻസി ഉള്ളവരാണ്. ദെൻ ദി പുവർ മീ
നാർസിസിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അതിനുള്ള ഒരു എല്ലാ കാര്യങ്ങളും പറയാൻ നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് സാധിക്കില്ല. എങ്കിലും ജനറൽ ആയിട്ട് നമുക്ക് ഇവരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരോട് എങ്ങനെ സംവദിക്കാൻ പറ്റും ശാന്തമായി, അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ ഒരു മൈൻഡ്ഫുൾനെസ്സിന്റെ ആ വ്യൂവിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാം, അഭിമുഖീകരിക്കാം എന്നതാണ് ഇന്നത്തെ വിഷയം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഇത് വിസിബിൾ ആണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, വിഷയം എന്ന് പറയുന്നത് ഹൗ ടു സ്പീക്ക് ടു ദി നാർസിസിസ്റ്റിക് പേഴ്സൺ മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ് വിഷയം. മൂന്ന് വാക്കുകളാണ് പ്രധാനമായിട്ടുള്ളത്: സ്പീക്കിംഗ്, മൈൻഡ്ഫുൾ സ്പീക്കിംഗ്, നാർസിസിസ്റ്റിക്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മൈൻഡ്ഫുള്ളി. ഈ 3 വാക്കുകളാണ് വാസ്തവത്തിൽ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് മൈൻഡ്ഫുൾ സ്പീക്കിംഗ്? എനിക്ക് അറിഞ്ഞൂടാ, ഈ പ്ലാറ്റ്ഫോമിൽ ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ട് മൈൻഡ്ഫുൾ സ്പീക്കിംഗ് ആൻഡ് മൈൻഡ്ഫുൾ ലിസണിങ്ങിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിനെ കുറിച്ച് നമുക്ക് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളോട് നമുക്ക് പെരുമാറാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൈൻഡ്ഫുൾ വേസ്, ദെൻ മാനേജ് യുവർ എക്സ്പെക്ടേഷൻസ്, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഇവരോട് പെരുമാറാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ പറയുന്നത് മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിനെ കുറിച്ചാണ്. എന്താണ് മൈൻഡ്ഫുൾ സ്പീക്കിംഗ്? ഇതേക്കുറിച്ച് കൃത്യമായ ഒരു ആശയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആത്മാരാധകരായിട്ടുള്ള ആളുകളോട് നമുക്ക് സംസാരിക്കാൻ എഫക്റ്റീവായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. മൈൻഡ്ഫുൾ സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ബീയിങ് ഫുള്ളി പ്രസന്റ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഞാൻ സംസാരിക്കുന്നുണ്ട്, അത് കേൾക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാം. മൈൻഡ്ഫുൾ സ്പീക്കിംഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഫുള്ളി പ്രസന്റ്, ഒരാളുമായിട്ടുള്ള ആ സംവാദനത്തിൽ നമുക്ക് മുഴുവനായിട്ടും നമ്മൾ പ്രസന്റ് ആയിരിക്കണം. പ്രസന്റ് ടു ദിസ് മൊമെന്റ് ആൻഡ് അറ്റൻറ്റീവ് ആൻഡ് ചൂസിങ് വേർഡ്സ് വൈസിലി. നമ്മൾ സംസാരിക്കുന്ന ആ സമയത്ത് നമ്മളുടെ വാക്കുകൾ ചൂസ് ചെയ്യണം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, ആത്മാരാധകരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ ഉള്ള ആളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഓരോ വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്നുള്ള അവർക്ക് വേണ്ട വിധത്തിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ദെൻ സ്പീക്കിംഗ് ഗുഡ് ഇന്റൻഷൻസ്, നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിക്കുക. അവരുമായിട്ട് ഏറ്റുമുട്ടുക, അല്ലെങ്കിൽ അവരെ തരം താഴ്ത്തുക, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുക, അവരെ വേദനിപ്പിക്കുക, തിരിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുക എന്നുള്ളതല്ല. സ്പീക്കിംഗ്, മൈൻഡ്ഫുൾ സ്പീക്കിംഗ് മീൻസ് വിത്ത് ഗുഡ് ഇന്റൻഷൻസ്. നമുക്ക് നല്ല സതുദ്ദേശത്തോടു കൂടി സംസാരിക്കുക. അതുപോലെ തന്നെ നോൺ ജഡ്ജ്മെന്റലി എന്നുകൂടിയുണ്ട്. അതായത് നമ്മൾ കേൾക്കുന്നു, ആ കേൾക്കുന്നതിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു ഇതല്ല, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അവർ പറയുന്നു, ആ പറയുന്നതിനെ പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്തത് അവയർനെസ് ഓഫ് വേർഡ്സ്. മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിന്റെ അതാണ് അവയർനെസ് ഓഫ് വേർഡ്സ്. ചൂസിങ് വേർഡ്സ് കെയർഫുള്ളി. പ്രത്യേകിച്ച് സംസാര രീതികളിൽ നമ്മൾ വേണ്ടത്ര കെയർഫുൾ ആയിട്ട് നമ്മൾ വാക്കുകൾ തിരഞ്ഞെടുക്കണം. ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. അതുപോലെ തന്നെ റിഫ്ലക്ട് ഓൺ ട്രൂ ഇന്റൻഷൻസ്. നമ്മളുടെ ശരിയായിട്ടുള്ള ഉദ്ദേശശുദ്ധിക്ക് അനുസരിച്ചുള്ള വാക്കുകൾ നമ്മൾ ചൂസ് ചെയ്യണം, തിരഞ്ഞെടുക്കണം. ദെൻ കൺസിഡർ ഇമ്പാക്ട്. ഇനി ഞാൻ ഈ വാക്കുകൾ ഉപയോഗിച്ചാൽ, ഞാൻ ഈ വ്യക്തിയോട് സംസാരിച്ചാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഈ വ്യക്തികളിൽ അല്ലെങ്കിൽ വ്യക്തിയിൽ എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മളിൽ ഉണ്ടാകണം. ഹൗ യുവർ വേർഡ്സ് മൈറ്റ് ബി റിസീവ്ഡ്. ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ വേറൊരാൾ കേൾക്കുന്നു, അത് എങ്ങനെയാണ് അവരിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ വൈകാരികമായ തലത്തിൽ ഏത് തരത്തിൽ ഇത് ഒരു സ്വാധീനം ചെലുത്തും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാകണം. അത് മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിന്റെ
ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. അടുത്തത് ആക്റ്റീവ് ലിസണിങ്. മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒന്നാണ് ആക്റ്റീവ് ലിസണിങ് വിത്തൗട്ട് ഇന്ററപ്റ്റിങ്. നമ്മൾ ഒരു കാര്യം ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യരുത്. ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് തിരിച്ചു പറയണമെന്നുള്ളതിനെ കുറിച്ചാണ്. പലപ്പോഴും അങ്ങനെയാണ്, ഒരാൾ ചോദ്യം ചോദിക്കുന്നു അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ശ്രദ്ധിക്കുകയല്ല, നേരെ മറിച്ച് അവർക്ക് എന്താണ് ഉത്തരം കൊടുക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, നമ്മൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരുപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കാനും നമ്മൾ വേണ്ടത്ര പ്രസന്റ് അല്ലാത്തത് കൊണ്ട്, അതായത് ഈ സമയത്ത് ഇവിടെ സന്നിഹിതരല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, നമ്മൾ അവരെ പൂർണ്ണമായും മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം കൃത്യമായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. അതായത് അനുകമ്പയോടുകൂടി അനുകമ്പാപൂർവമായിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദി കണ്ടന്റ്, അതായത് ആ ഒരു പറയുന്നതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതുപോലെ മറ്റൊന്ന് ഇമോഷൻസ് ആൻഡ് ഇന്റൻഷൻസ് ബിഹൈൻഡ് ഇറ്റ്. അവർ പറയുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ഉദ്ദേശം എന്താണ്, അതുപോലെ വൈകാരികമായിട്ടുള്ള പ്രതിഫലനങ്ങൾ എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിൻ്റെയും മൈൻഡ്ഫുൾ ലിസണിങ്ങിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ ഇന്റൻഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും അടുത്തത്. മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഇൻഫോം, കണക്ട് ഓർ റിസോൾവ് ആൻ ഇഷ്യൂ. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. വിത്തൗട്ട് ഇമ്പൾസീവ് വേ ഓഫ് നമ്മളുടെ ആ ഇമ്പൾസീവായിട്ട് നമ്മുടെ വൈകാരികമായിട്ടുള്ള നമ്മളുടെ ആ ഒരു വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. വി ഹാവ് ടു ബി കെയർഫുൾ ദാറ്റ് ടു ഇൻഫോം സംതിങ് ആൻഡ് ടു കണക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ ഓർ ടു റിസോൾവ് ആൻ ഇഷ്യൂ. ഈ ഉദ്ദേശത്തോടു കൂടി വേണം നമ്മൾ സംസാരിക്കാൻ. സ്റ്റേയിങ് ഓൺ ടോപ്പിക്, അതായത് നമ്മൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചാറ്റിങ്, അതായത് വെറുതെ സംസാരിക്കുന്ന സമയത്ത് പോലും ഈ കരിയില കാറ്റ് പിടിക്കുന്ന പോലെയാണ്. ഞാൻ അങ്ങനെ പലപ്പോഴും ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ടോപ്പിക്ക് വിട്ടുപോയിട്ട് ആളുകൾ ഇതുമെല്ലാം ചാടി പറയും. പലപ്പോഴും പലരുടെയും സംസാരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കണം, അതായത് എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം. അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയർ നമ്മുടെ വെറുതെ ഇൻഫോർമൽ ആയിട്ട് വെറുതെ കൂട്ടുകാർ കൂടിയിരുന്ന് സംസാരിക്കും. നമ്മളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ സംസാരിക്കുന്ന ഒരു വിഷയം അതിനെക്കുറിച്ച് വേറൊന്ന് പറയാതെ പോകുന്നു. ദാറ്റ് മീൻസ് മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിന്റെ ഒന്ന് സ്റ്റേയിങ് ഓൺ ദ ടോപ്പിക്. ഏത് ടോപ്പിക്കിലാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞ ആ വാക്ക് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും ആ ടോപ്പിക്കിൽ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതേക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അതും ഇതുമെല്ലാം കാട് കയറി പറയരുത്. റെസ്പെക്ട് ആൻഡ് കമ്പാഷൻ. നമ്മളുടെ മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിന്റെ മറ്റൊന്ന് ഒരു ആത്മാരാധകരോട് പ്രത്യേകിച്ചുള്ള ആ സംഭാഷണങ്ങളിൽ ഗീവ് റെസ്പെക്ട് ആൻഡ് കമ്പാഷൻ. കാരണം അവർ വളരെ പ്രൊവോക്കേറ്റീവ് ആയിരിക്കും, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാമെന്നുള്ളത് കൊണ്ട് ഫുള്ളി ആരംഭത്തിൽ തന്നെ നമുക്കൊരു റെസ്പെക്ട് ആൻഡ് കമ്പാഷൻ നമ്മൾ ലിസൺ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകണം. ബീയിങ് കൺസിഡറേറ്റ് ടു അതേഴ്സ്, അതുപോലെ അവരുടെ വ്യൂ പോയിന്റ്സ്, അവരുടെ ഫീലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അടുത്തത് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. കേൾക്കുന്നതിനനുസരിച്ചുള്ളതായിരിക്കരുത്. അവർ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല, നമ്മൾ അംഗീകരിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മളുടെ ബോസ് നമ്മളെ വിളിക്കുകയാണ്, കം ആൻഡ് വി ക്യാൻ ഹാവ് എ ചാറ്റ് ഓർ എ ഡിസ്കഷൻ എന്ന് പറയുമ്പോഴേക്കും തന്നെ നമ്മൾ ഒരു ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ഇവനെ ഞാനൊന്ന് നേരിട്ടിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ബോസിന് ആ ഉദ്ദേശം കാണുകയില്ല, പക്ഷെ അയാൾ ഒരു ആത്മാരാധകനാണെങ്കിൽ ആ സംസാരം വരുമ്പോഴേക്കും വീണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്താണ് പോകുന്നത്. നമ്മളുടെ ബ്ലഡ് പ്രഷറൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ ചെല്ലുകയാണ്. സോ അതില്ലാതെ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ആറ്റിറ്റ്യൂഡോട് കൂടി വരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ബ്ലെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കഴിയുന്നിടത്തോളം അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞു, കാരണം നമ്മൾ വ്യക്തികളാണ്, ഇല്ലേ, ഇതൊക്കെ ഏട്ടിലപ്പടി പയറ്റിലിപ്പടി എന്ന് പറയുന്ന പോലെ ഉള്ള ആ ഒരു രീതി വരും. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ
നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിന്റെ മറ്റൊന്നാണ് സെൽഫ് അവെയർനെസ്. ബീങ് അവെയർ ഓഫ് യുവർ ഇമോഷണൽ സ്റ്റേറ്റ്. നമ്മളുടെ വൈകാരികമായിട്ടുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. സെൽഫ് അവെയർനെസ് ദാറ്റ് വിൽ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? മൈൻഡ്ഫുൾനെസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. അത് കാരണം നമ്മൾ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സംസാരത്തിന് പോകുമ്പോൾ ആരോടും ഏതെങ്കിലും തരത്തിൽ വരുമ്പോഴേക്കും നമ്മൾ ഫോർമൽ ഓർ ഇൻഫോർമൽ ആയിട്ടുള്ളത് വരുമ്പോഴേക്കും നമ്മളുടെ ആ ഇമോഷണൽ സ്റ്റേറ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. റിഫ്ലക്റ്റിംഗ് ഓൺ ഇന്റൻഷൻസ്, അതായത് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ഇതുണ്ടാകണം. പ്രത്യേകിച്ച് ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അത് അപ്രതീക്ഷിതമായിരിക്കും അല്ലെ? അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത്. ആത്മാരാധകരായിട്ടുള്ള ആളുകൾ നമ്മളോടുള്ള ആ രീതികൾ അവരെപ്പോഴും പ്രകോപനപരമായിട്ട് സംസാരിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ആ പ്രസൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മൈൻഡ്ഫുൾ പ്രസൻസ് ഉണ്ടെങ്കിൽ, ഈ മൊമെന്റിനെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതലായിട്ടുള്ള ആ ശാന്തിയും സമാധാനവും നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇതാണ് ക്ലാരിറ്റി ആൻഡ് ഓണസ്റ്റി. പലപ്പോഴും നമ്മൾക്ക് വേണ്ടത്ര ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മൾ സിൻസിയർ ആയിരിക്കില്ല. നമ്മൾക്ക് വേണ്ടത്ര സിൻസിയറിറ്റി ഇല്ലാതെ കാട് കയറി അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. സോ മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലാരിറ്റി ആൻഡ് ഓണസ്റ്റി. നമ്മളുടെ ആ സംസാരത്തിൽ നമ്മൾ വേണ്ടത്ര അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. Then seeking clarity, asking clarifying questions. ഓക്കെ, നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമാണ് ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ്, എക്സ്പ്രസിങ് യുവർ സെൽഫ് ഇൻ എ വേ ദാറ്റ് മിനിമൈസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഇവിടെ പറയുന്നത് നാർസിസിസ്റ്റിക് ടെൻഡൻസി ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എനിക്കത് മനസ്സിലായില്ല എന്ന് പറയാൻ, അതുപോലെ തന്നെ മിനിമൈസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അതുപോലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അടുത്തത് നമ്മൾ മൈൻഡ്ഫുൾ സ്പീക്കിങ്ങിന്റെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ കാം ആൻഡ് സെന്റേർഡ്. നമ്മൾ ഒരു വ്യക്തിയെ, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് സ്റ്റേ കാം ആൻഡ് സെന്റേർഡ്, അതായത് നമ്മളിൽ തന്നെ കാമായിരിക്കുക, അത് സെന്റേർഡ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എങ്ങനെയാണ്? റെഗുലേറ്റ് യുവർ ഇമോഷൻസ്. നമ്മൾ കുറെ കൂടി ഇതൊക്കെ സാധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മൈൻഡ്ഫുൾനെസ് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് വരും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം ഒരു യുദ്ധത്തിന് വരുമ്പോഴേക്കും അയൽ രാജ്യം യുദ്ധം ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും എവിടെയാണ് പട്ടാളക്കാർ, എവിടെയാണ് ആയുധങ്ങൾ, എവിടെയാണെന്ന് ചോദിക്കുന്ന പോലെയാണ്. അത് സാധിക്കില്ല. പലപ്പോഴും ആളുകൾ വിചാരിക്കും ഡീപ്പ് ബ്രീത്തിങ്, ഗ്രൗണ്ടിങ് എക്സസൈസ് ഇതുകൊണ്ടൊക്കെ നടക്കും. അതല്ല, നമ്മൾ അതിൽ തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമ്മളുടെ വഴക്കം നമ്മൾ ശ്രദ്ധിച്ചവരാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. റെഗുലേറ്റ് യുവർ ഇമോഷൻസ് ആൻഡ് ദെൻ അവോയ്ഡ് റിയാക്ടിവിറ്റി. നമ്മൾ പ്രതികരിക്കാതിരിക്കുക, റിയാക്ഷൻ അല്ല റെസ്പോൺസിലേക്ക്, അങ്ങനെയുള്ള ആ ഒരു മനോഭാവം. ചിലപ്പോൾ നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ കാര്യമായിട്ട് വളരെ മനഃപൂർവ്വം നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ, അല്ലെങ്കിൽ അത് മാനിപ്പുലേഷന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മളെ താറടിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ആളുകൾ സംസാരിക്കുന്നത്. അടുത്തത് യൂസ് ക്ലിയർ ആൻഡ് ഡിറക്റ്റ് ലാംഗ്വേജ്. ഒരു ആത്മാരാധകനോട് സംസാരിക്കുന്ന സമയത്ത് ക്ലിയർ ആൻഡ് ഡിറക്റ്റ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ബി കൺസൈസ്. കൂടുതലായിട്ട് അവരോട് സംസാരിക്കണ്ട. അത് ചെയ്യുന്നത് ശരിയല്ല. ബിക്കോസ് ദി നാർസിസിസ്റ്റിക് ഹാവ് എ ലിമിറ്റഡ് പെർസ്പെക്റ്റീവ് ഓഫ് ദി സബ്ജക്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാര്യം നടത്തുക, അവരുടെ മേൽക്കോയ്മ സ്ഥാപിക്കുക, അല്ലെങ്കിൽ നമ്മളോട് നമ്മളെ പ്രൊവോക്ക് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഉദ്ദേശം. അപ്പൊ അവർ പറയുമ്പോൾ അവർക്ക് തന്നെ അവർ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് ഉള്ളതിനെ കുറിച്ചുള്ള നല്ലൊരു പെർസ്പെക്റ്റീവ് അവർക്ക് ഉണ്ടായിരിക്കല്ലോ, ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു നല്ല ആശയത്തോടു കൂടി ആയിരിക്കല്ലോ അവർ വരുന്നത്. അപ്പൊ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലിയർ ആൻഡ് ഡിറക്റ്റ് ലാംഗ്വേജ് ഉപയോഗിക്കണം. അടുത്തത് അവോയ്ഡ് ആംബിഗ്വിറ്റി. വ്യക്തമല്ലാത്ത രീതിയിൽ സംസാരിക്കരുത്. ലെസ് മിസ്ഇന്റർപ്രിട്ടേഷൻ ആൻഡ് മാനിപ്പുലേഷൻ. ദെൻ അണ്ടർസ്റ്റാൻഡ് നാർസിസിസ്റ്റിക് ബിഹേവിയർ. നമ്മൾ അടുത്തത് അവരെ കുറിച്ചുള്ള ആ ആത്മാരാധനാപരമായിട്ടുള്ള ആ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എങ്ങനെയാണ്? റെക്കഗ്നൈസിങ് പാറ്റേൺസ്. എ നാർസിസിസ്റ്റ് ഓഫൺ ഡിസ്പ്ലേ മാനിപ്പുലേറ്റീവ്, സെൽഫ് സെന്റേർഡ് ആൻഡ് ഡിസ്മിസീവ് ബിഹേവിയർ. അവരുടെ സംസാരത്തിൽ എപ്പോഴും അങ്ങനെ വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള അതിനെ
റെക്കഗ്നൈസ് ചെയ്യുക, ഇങ്ങനെയാണ് ഇവരുടെ പാറ്റേൺസ് ഓഫ് ടോക്കിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ബിഹേവിയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി ഇഫ് പോസിബിൾ. നമുക്ക് സാധിക്കുന്നിടത്തോളം അവരുടേതായ സ്വഭാവ രീതിയാണ്, അതൊരു ഡിസോർഡർ ആണ്, അതിനെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ ആ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ബിഹേവിയർ, അതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്ന ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് എടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ സമാധാനം, അതുപോലെ സന്തോഷം നമുക്ക് നിലനിർത്താൻ സാധിക്കും. ദെൻ മാനേജ് യുവർ എക്സ്പെക്ടേഷൻസ്. അതായത് നമ്മളുടെ പ്രതീക്ഷകൾ, നമ്മൾ കൂടുതൽ പ്രതീക്ഷയോടുകൂടി, ഇപ്പൊ അത് ജോലി സ്ഥലത്ത് ആകാം അല്ലെങ്കിൽ കുടുംബങ്ങളിലാകാം, നമ്മൾ കൂടുതൽ എങ്ങനെയെങ്കിലും നമ്മളുടെ കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായി തീരും. മാനേജ് യുവർ എക്സ്പെക്ടേഷൻസ്. അതെന്താണ്? അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ നാർസിസിസ്റ്റ് ഈസ് അൺലൈക്ലി ടു ചേഞ്ച് ഫണ്ടമെന്റലി. അതായത് അവർ വേണ്ട വിധത്തിൽ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഒരു ഡയലോഗ് ആയിട്ട് നടത്തി, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തി അവരിൽ നിന്നൊരു മാറ്റമല്ല പ്രതീക്ഷിക്കുന്നത്, നമ്മളിൽ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ. മാനേജ് യുവർ എക്സ്പെക്ടേഷൻസ് അബൌട്ട് എബിലിറ്റി ടു എംഫസൈസ്. അതുപോലെ തന്നെ അത് നമുക്ക് കൂടുതൽ അനുകമ്പയോടുകൂടി പെരുമാറാനും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അക്നോളജ് ചെയ്യുക, അല്ലെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മളിൽ വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. നമ്മൾക്ക് എന്തെല്ലാം നിയന്ത്രിക്കാൻ പറ്റും, നമ്മളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ റിയാക്ഷൻസ് ആൻഡ് ബിഹേവിയർ റാദർ ദാൻ ട്രൈങ് ടു ചേഞ്ച് ഓർ കൺട്രോൾ ദി നാർസിസിസ്റ്റ്. അതായത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളിൽ തന്നെ എങ്ങനെ നമുക്ക് ഇവരോട് പെരുമാറാം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിലും നമുക്ക് എങ്ങനെയാണ് നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദെൻ ബി സ്പെസിഫിക് ആൻഡ് കൺസൈസ്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുക, ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുക. നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സ് വളരെ ഡയറക്റ്റ് ആയിരിക്കണം. അവോയ്ഡ് അംബിഗ്വിറ്റി, ബീങ് സ്പെസിഫിക് ഇൻ യുവർ ലാംഗ്വേജ്. നമ്മളുടെ ഭാഷയിൽ അങ്ങനെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഇഫ് യു ലൈക്ക് ടു ഐ ഫീൽ ലൈക്ക് യു ആർ നോട്ട് ലിസണിങ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വേണ്ടത്ര അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാവുന്ന രണ്ട് വാക്കുകളുണ്ട്. എക്സ്പ്രഷൻ, വേ ഓഫ് എക്സ്പ്രഷൻ. ഐ ഫീൽ ലൈക്ക് യു ആർ നോട്ട് ലിസണിങ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പരിഗണിക്കുന്നില്ല, നിങ്ങൾ വേണ്ടത്ര അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയല്ല സംസാരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഐ നീഡ് യു ടു ലിസൺ ടു മീ വാട്ട് ഐ സ്പീക്ക്. ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്നെക്കുറിച്ച് കൂടുതൽ നീ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ വേർഡ്സ് അല്ലെങ്കിൽ ആ കോയിൻ ചെയ്യുന്ന ആ രീതികളിൽ നമ്മൾ കുറെ കൂടി ശ്രദ്ധാലുവായിരിക്കണം. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് ഫോക്കസ്ഡ് വാട്ട് യു ആർ ടോക്കിംഗ്. ലോങ് എക്സ്പ്ലനേഷൻസ് ഓർ ജസ്റ്റിഫിക്കേഷൻ ക്യാൻ ബി ട്വിസ്റ്റഡ് ഓർ ഇഗ്നോർഡ്. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകണ്ട. നമ്മൾ അതിനെക്കുറിച്ച് കാരണം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ വഷളാകുകയുള്ളൂ, അല്ലെങ്കിൽ അതിനെ അവർ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. കീപ് യുവർ പോയിന്റ്സ് ബ്രീഫ് ആൻഡ് ടു ദ പോയിന്റ്. അടുത്തത് യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ കൂടുതലും സാധിക്കുമെങ്കിൽ നമ്മൾ ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുക. അതിൻ്റെ എക്സ്പ്രസ് യുവർ ഫീലിങ്സ് ആൻഡ് നീഡ്സ് ബൈ യൂസിങ് യുവർ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് യുവർ ഓൺ ഫീലിങ്സ്. എനിക്കിതാണ് ഇങ്ങനെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നീഡ്സിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ എൻ്റെ നീഡ്സ് എന്താണ്, ഇതിൽ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ആ ഒരു ആക്ഷനിലേക്ക് വരത്തക്ക രീതിയിൽ യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. ഫോർ എക്സാമ്പിൾ, ഐ ഫീൽ സ്ട്രെസ്ഡ് വെൻ പ്ലാൻസ് ചേഞ്ച് അറ്റ് ദി ലാസ്റ്റ് മിനിറ്റ്. എന്തെങ്കിലും പ്ലാൻ ചെയ്തു, ജോലി സ്ഥലത്താകാം, മറ്റ് വീടുകളിലാകാം, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഐ ഫീൽ സ്ട്രെസ്ഡ്, എനിക്കിതാണ് വിഷമമുണ്ട്, അല്ലെങ്കിൽ എനിക്കിതിനോട് ചെയ്യാൻ വേണ്ടി പോകാൻ എനിക്ക് പറ്റിയല്ല. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ പറയുക. ദെൻ ഐ നീഡ് മോർ നോട്ടീസ് ടു മാനേജ് മൈ ഷെഡ്യൂൾ. ഇതിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇത് പറഞ്ഞത് കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം ഇപ്പോൾ നിങ്ങൾ തന്നില്ല, അടുത്ത പ്രാവശ്യം എനിക്ക് കൂടുതൽ സമയം പ്ലാൻ ചെയ്യാൻ വേണ്ടി വേണം, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവരോട് സംസാരിക്കുക. ദെൻ അവോയ്ഡ് ബ്ലെയിം ആൻഡ് അക്യൂസേഷൻ. ഒരിക്കലും ഒരു നാർസിസിസ്റ്റിനെ നമ്മൾ ബ്ലെയിം ചെയ്യാനോ അക്യൂസ് ചെയ്യാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അത് കുടം കമത്തി വെച്ചിട്ട് അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. കാരണം അവരത് അംഗീകരിക്കില്ല.
അതുകൊണ്ട് അതിനുള്ളത് ചെയ്യുക. ഐ സ്റ്റേറ്റ്മെന്റ്സ് ഹെൽപ്പ് അവോയ്ഡ് സൗണ്ടിങ് അക്യുസേറ്ററി വിച്ച് ക്യാൻ പ്രൊവോക്ക് ഡിഫെൻസീവ്നെസ്. അവർ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. അതിന് പകരം നമ്മൾ ശാന്തരായിട്ട് അക്യൂസ് ചെയ്യാതെ അവരോട് സംസാരിക്കുക. ദിസ് അപ്രോച്ച് ഈസ് മോർ ലൈക്ലി ടു ലീഡ് ടു കൺസ്ട്രക്റ്റീവ് ഡയലോഗ്. അങ്ങനെയുള്ള ഇത് വരും. അക്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റീസണബിൾ ആയിട്ട് അവരോട് തീർച്ചയായിട്ടും നമ്മൾ അടിമപ്പെടാതെ തന്നെ നമുക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ക്രിയാത്മകമായിരിക്കും നമ്മളുടെ ആ സംസാരം, അല്ലെങ്കിൽ അവരോട് നമുക്ക് ഉള്ള നമ്മളുടെ സംവാദനം അത് ഹെൽപ്പ് ചെയ്യും. ദെൻ അവോയ്ഡ് ഇമോഷണൽ ആർഗ്യുമെന്റ്സ്. വൈകാരികമായിട്ടുള്ള തർക്കങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക. നമുക്ക് അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല, വീണ്ടും പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ വേണ്ടി. നാർസിസിസ്റ്റ് ഓഫൻ ട്രൈ ടു പ്രൊവോക്ക് ഇമോഷണൽ റിയാക്ഷൻസ്. അവരെ ഏതെങ്കിലും നമ്മൾ അവരെ വൈകാരികമായിട്ട് നമ്മൾ നേരിടാമെന്ന് വിചാരിച്ചാൽ അവരത് റിയാക്ട് ചെയ്യുകയുള്ളൂ, റെസ്പോണ്ട് ചെയ്യുകയല്ല. വേണ്ടത്ര വിധത്തിലുള്ള പരിഗണന നമുക്ക് തരാതെ വരും. സ്റ്റിക്ക് ടു ദ ഫാക്ട്സ് ആൻഡ് അവോയ്ഡ് ഗെറ്റിംഗ് ഡ്രോൺ ഇൻ ടു ദി ഇമോഷണൽ ഡിസ്പ്യൂട്ട്സ്. ഒരിക്കലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ടിലേക്ക് പോകരുത്. അടുത്തത് ക്ലാരിഫൈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇമ്മീഡിയറ്റ്ലി. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം അല്ലെങ്കിൽ അവരത് മറന്നു വരികയില്ല. അത് കാര്യങ്ങൾ വീണ്ടും അത് വരാനും മറ്റുള്ള രീതിയിൽ നമ്മളെ ഇന്റർപ്രറ്റ് ചെയ്യാനും മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനുമുള്ള സാഹചര്യങ്ങളിലേക്ക് പോകും. ഇഫ് ദി നാർസിസിസ്റ്റ് ഡിസ്റ്റോർട്സ് ഓർ മിസ്ഇന്റർപ്രറ്റ് യുവർ വേർഡ്സ്, കറക്റ്റ് ദം calmly and clearly, saying that is not what I meant. What I am saying is, ഞാനിപ്പോൾ പറയുന്നത് എന്താണ് എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ അവരോട് സംസാരിക്കുക. ബി ക്ലിയർ അബൌട്ട് കോൺസിക്വൻസസ്. ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണ്, ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്, നമ്മുടെ സംഭാഷണത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചും നമ്മൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ അവരോട് സംസാരിക്കുന്ന രീതിയിൽ, ഇഫ് യു കണ്ടിന്യൂ ടു റേസ് യുവർ വോയിസ് ഐ വിൽ എൻഡ് ദിസ് കോൺവെർസേഷൻ. ഞാൻ നിർത്തും, അല്ലെങ്കിൽ നമ്മൾ ഇനി കൂടുതലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കുക. ഡോക്യുമെന്റ് ഇമ്പോർട്ടൻ്റ് ഇന്ററാക്ഷൻസ്. ഇത് കൂടുതലും വരുന്നത് കമ്പനികളിൽ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലാണ്. കാരണം അടുത്തതായിട്ട് ഏതെങ്കിലും തരത്തിൽ അവര് നമ്മളെ നമുക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ സംസാരങ്ങൾ, ഇപ്പൊ ഇക്കാലത്ത് പ്രത്യേകിച്ച് മൊബൈൽ ഫോണും അതൊക്കെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് അവരും വേണമെങ്കിൽ അത് നെഗറ്റീവായിട്ട് നമുക്കെതിരായിട്ട് ഉപയോഗിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള നമ്മളുടെ ഡയലോഗുകൾ അല്ലെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് നമ്മൾ പറയുന്നതിനെ കുറിച്ച് നമ്മളും ചെയ്യുക. കാരണം അത് നമ്മൾക്ക് എന്തെങ്കിലും കേസ്, അതിപ്പം വേണമെങ്കിൽ മറ്റു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലാകാം, പ്രത്യേകിച്ച് ഓഫീസ് സംബന്ധമായിട്ടുള്ളതാണ് ചെയ്യുക. മെയിൻറ്റെയിൻ ഒബ്ജക്റ്റിവിറ്റി. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ജസ്റ്റിഫൈങ് ഓർ എക്സ്പ്ലെയിനിങ് എക്സസീവ്ലി. നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത് വീണ്ടും എടുത്തു പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് നാർസിസിസ്റ്റുകൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഇതാണ്. എക്സസീവായിട്ട് അവർ സംസാരിക്കും. അതുപോലെ തന്നെ നമ്മളെ പുട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ദെൻ റെക്കഗ്നൈസ് മാനിപ്പുലേഷൻ. അവർ നമ്മളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം പറഞ്ഞ് ചിലപ്പോൾ പ്ലീസ് ചെയ്യുമായിരിക്കും, ലവ് ബോംബിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ടാകും. ഇങ്ങനെ പല രീതിയിലായിരിക്കും അത് വരുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളതിനെ കുറിച്ച് മാനിപ്പുലേഷൻ നമ്മൾ മനസ്സിലാക്കുക. അവോയ്ഡ് ഡിഫെൻഡിങ് ഓർ കൗണ്ടറിങ്. അതായത് നമ്മൾ അവരെ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ നേരിടാനോ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാകരുത്. ദെൻ കൊളാബറേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ യൂസ് ഫീൽ ലാംഗ്വേജ്. ഓക്കെ, ഞാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ആ സമയത്ത്, പ്രത്യേകിച്ച് ഫാമിലി ബേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഇന്ററാക്ഷൻസിലാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു നന്മയ്ക്ക് വേണ്ടി, ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വി ലാംഗ്വേജ് ഉപയോഗിക്കുക. ഓക്കെ, അവോയ്ഡ് എൻഗേജിങ് ഇൻ പവർ സ്ട്രഗിൾസ്. അത് പല സ്ഥലത്തും ഉണ്ട്. ഫാമിലിയിലാകാം, വ്യക്തിപരമായിട്ടുള്ള ഏത് ബന്ധങ്ങളിലും, പ്രത്യേകിച്ച് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും സംസാരിക്കുന്ന സമയത്ത് പവർ സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഉദ്യോഗ തലത്തിലാകാം, രാഷ്ട്രീയ തലത്തിലാകാം,
ഇനി വംശീയമായിട്ടുള്ള കാര്യങ്ങളിലുണ്ടാകാം, റിലീജിയസ് ആയിട്ടുള്ള ഉണ്ടാകാം, കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളിലുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ആ പവർ സ്ട്രഗിൾസ് എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക. പ്രാക്ടീസ് എംപതി കോൺഷ്യസ്ലി. നമ്മൾ ഇവരോട് കൂടുതൽ എംപതി നമ്മൾ അവരോട് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് എംപതി നമുക്ക് അവരോട്, അല്ലെങ്കിൽ കമ്പാഷൻ, ഇതൊക്കെ നമുക്ക് മെന്റലായിട്ട് പ്രിപ്പയർ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ഫോക്കസ് ഓൺ യുവർ വെൽബീയിങ്. ആഫ്റ്റർ ഓൾ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താണ് നമ്മളുടെ വെൽബീയിങ് ആണ് പ്രധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സെറ്റ് ബൗണ്ടറീസ്. അടുത്തത് ഇവരുമായിട്ടുള്ള, അതായത് നമ്മൾ സംഭാഷണ രീതികളിൽ വരുമ്പോഴേക്കും നമ്മളുടെ ബൗണ്ടറി അവർ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അവബോധമുള്ളവരായിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ അവരോട് മാന്യമായിട്ടും സൗമ്യമായിട്ടും അവരോട് ആ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മളുടെ ആ ബൗണ്ടറിയെ കുറിച്ച് കൃത്യമായ അറിവ് അത് നമുക്കുണ്ടായിരിക്കണം. ദെൻ വി ഫെയിം. ചില കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഫെയിമായിട്ട് തന്നെ അവരോട് സംസാരിക്കുക. ചിലപ്പോൾ ചില സംഭാഷണങ്ങൾ നമ്മൾ നിർത്തിവെക്കേണ്ടി വരും, തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വരും. കാരണം അത് നമ്മളുടെ വെൽബീയിങ്ങിന് ഹർട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ നമ്മൾക്ക് നിർത്തിവെക്കണമെന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കണം. അത് ഫെയിമായിട്ട് തന്നെ അവരോട് പറയുക. ദെൻ കൺസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ്. ഇങ്ങനെയുള്ള ഈ നമ്മളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം, ഓക്കെ, ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ പോയിന്റ്, നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സമയാസമയങ്ങളിൽ ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമ്മൾ കാം ആയിരിക്കണം, നമ്മൾ ക്വയറ്റ് ആയിരിക്കണം. മാനസികമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാലേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ നമ്മൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആകും. അത് മറ്റവര് ആത്മാരാധകരായിട്ടുള്ള ആളുകൾ അത് ചൂഷണം ചെയ്യുകയും ചെയ്യും. ദെൻ സീക്ക് പ്രൊഫഷണൽ സപ്പോർട്ട്. നമുക്ക് ഇതുകൊണ്ടൊന്നും എന്താണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലീഗലായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സഹായം, നിയമസഹായമോ അല്ലെങ്കിൽ നമുക്ക് ഉപദേശങ്ങളോ നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള അത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. Then recognize the deflection and gaslighting, blame shifting, guilt tripping. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വളയ്ക്കുക എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഞങ്ങളിവിടെ സാധാരണ ചില ആളുകളുടെ പെരുമാറ്റങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, വളയ്ക്കാൻ നോക്കുക അല്ലെങ്കിൽ വളഞ്ഞില്ലെങ്കിൽ ഒടിക്കുക എന്ന് പറയും. നിങ്ങൾ നാട്ടിൽ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് നമ്മളെ വളയ്ക്കുക എന്നുള്ളതാണ്. അതായത് മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പണം ചോദിക്കുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ കടം ചോദിക്കുന്നതോ, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കാര്യങ്ങളിൽ വളയ്ക്കാൻ വേണ്ടി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അതുപോലെ അത് നമ്മൾ മനസ്സിലാക്കുക, ഇന്നയാൾ ഇന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്യാസ് ലൈറ്റിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ ചുട്ടുകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തി കോർണർ ചെയ്ത് നമ്മളെ ഇതാണ്. ബ്ലെയിം ഷിഫ്റ്റിംഗ്, പ്രൊജക്ഷൻ എന്ന് വേണേൽ പറയാം. അതായത് ഇതെല്ലാം സംഭവിച്ചത് നിന്റെ കുറ്റം കൊണ്ടാണ് എന്നുള്ള അത്. അല്ലെങ്കിൽ ഗിൽറ്റ് ട്രിപ്പിംഗ്. അതായത് അവിടെയും ഒരു കുറ്റബോധം നമ്മളിലേക്ക് ഇങ്ങനെ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള അത് നമ്മളാണ് തെറ്റുകാരെന്നുള്ള ഇതുപോലെയുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള അവരുടെ ട്രിക്കുകൾ നമ്മൾ മനസ്സിലാക്കുക. ചെക്ക് ആൻഡ് അക്നോളജ് ഇമോഷൻസ് ബ്രീഫ്ലി. നമ്മൾ ഈ സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ നമ്മളിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രകോപിതരാകുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം കൂടുതലും വൈകാരികമായിട്ടായിരിക്കും സംഭാഷണങ്ങൾ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈകാരികമായിട്ടുള്ള ആ പ്രകോപനങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്, നമ്മളുടെ ശരീരത്തിലോ നമ്മളുടെ മനസ്സിലോ അല്ലെങ്കിൽ വികാര തലങ്ങളിലോ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത്, ബ്രീഫ്ലി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ടേക്ക് എ ബ്രേക്ക് ഇഫ് നീഡഡ്. ഓക്കെ, ലെറ്റ് us have a break now. Thank you. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നാർസിസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളെ ഡീൽ ചെയ്യാൻ വേണ്ടി എങ്ങനെയായിരിക്കണമെന്ന് സാർ വളരെ ഒത്തിരിയും പോയിന്റ്സിലൂടെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ആക്റ്റീവ് സ്പീക്കിംഗ്, ആക്റ്റീവ് ലിസണിങ് എന്നൊക്കെ തുടങ്ങി ഒരു കമ്പാഷനേറ്റ് ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നോൺ ജഡ്ജ്മെന്റൽ ആകാതെ സെൽഫ് അവയർനെസിന്റെ തലത്തിൽ നിന്നുകൊണ്ട്
അങ്ങനെ ഒരുപക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട എല്ലാ തലങ്ങളിലൂടെയും കടന്ന് ഈ വ്യക്തിയെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് സാർ പറഞ്ഞത്. താങ്ക് യു സാർ. എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനോ എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. എനിത്തിങ് ആർക്കെങ്കിലും? സാറേ, നമ്മൾ പറയുന്നത് ഈ വ്യക്തമായി കേൾക്കാതെ ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പ്രതികരണം നടത്തുന്നതാകാം കൂടുതൽ പ്രശ്നം. അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതിപ്പോ നമുക്ക് മറ്റുള്ളവരെ നന്നായി കേട്ടിട്ട് മറുപടി പറയുക എന്നുള്ളത് ഓക്കെ, അത് സ്വീകരിക്കാം. എന്നാൽ നമ്മളെ വൃത്തിയായും കൃത്യമായും കേൾക്കാതെ മറുപടി പറയുന്ന അത്തരത്തിലുള്ള പേഴ്സണാലിറ്റികളോട് നമുക്ക് എന്ത് മനോഭാവം സ്വീകരിക്കാൻ പറ്റും? സാറേ, ഞാനത് കൃത്യം ഞാൻ പറഞ്ഞായിരുന്നു. കാരണം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ ശ്രദ്ധിക്കാതെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ യു ആർ നോട്ട് ലിസണിങ് മീ പ്രോപ്പർലി, യു ആർ ട്രൈങ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ് ഓർ മൈ വേർഡ്സ്. അതിന് പകരം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായിട്ട് അവരോട് പറയാം. ആ പോയിന്റ് ഞാൻ പറഞ്ഞതാണ്. ഇത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാം. പക്ഷെ അവര് കേട്ടതുപോലെയാണല്ലോ എടുത്തടിച്ച പോലെ മറുപടി ചിലപ്പോ പറയും. ഇതെല്ലാം സംഭവിക്കാം. അപ്പൊ നമ്മള് കേട്ടില്ലെന്ന് പറഞ്ഞാലും ഞാൻ കേട്ടതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മള് നിസ്സഹായമായി പോകും. അല്ല, അവര് വിഷയം, നമ്മൾ പറയുന്ന വിഷയത്തിൽ നിന്ന് അവര് മാറിപ്പോവുകയും നമ്മൾക്ക് കൃത്യമായി കിട്ടേണ്ട ഉത്തരം കിട്ടാതെ വരികയും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ അവർ അലക്ഷ്യരാകും. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പലപ്പോഴും നമ്മൾ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുക, ഫേസിലേക്ക് നോക്കിക്കൊണ്ട്, മുഖത്ത് നോക്കി സംസാരിക്കുകയില്ല. ചില ആൾക്കാരില്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് അറിയാം, അങ്ങനെയുള്ള ആളുകൾ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടൊക്കെ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ദാറ്റ് മീൻസ് അവർ ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. അല്ലെങ്കിൽ അവർ ബോർ അടിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല, പല അതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ അവരോട് നമുക്ക് മാന്യമായിട്ട്, ഞാൻ പറഞ്ഞ അതായത് മൈൻഡ്ഫുൾ ആയിട്ടെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ അവരെ നീ എന്നെ ശ്രദ്ധിക്കാത്ത എന്ത് എന്നുള്ള ഒരു എടുത്തുചാട്ടത്തിലുള്ള ചോദ്യമല്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം വേണ്ടത്ര കൺസ്ട്രക്റ്റീവായിട്ട് വരികയില്ല എന്ന് അവരെ നമുക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിത്തിങ്? വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പേഴ്സണാലിറ്റി പാർട്ടാണിത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ പലപ്പോഴും ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് എന്തോ ആകാം. മീനാക്ഷി പറയും. ഗുഡ് ഈവനിങ് സാർ. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ളവരെ മാറാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ചോദ്യം കഴിഞ്ഞോ ആന്റണി സർ? ചോദ്യം കഴിഞ്ഞോ എന്ന് ഞാൻ ചോദിക്കാതെ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി. വാസ്തവത്തില് ഞാൻ പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം പുലർത്തുന്നയാളാണെന്നാണ് എനിക്ക് എന്നെ തന്നെ കുറിച്ചുള്ള അഭിപ്രായം. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഇതില് മാറ്റം വരുത്താമോ എന്നുള്ള ഇതിനകത്ത് എനിക്ക് അധികം ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ അവരോട് എന്തുമാത്രം പറഞ്ഞാലും അല്ലെങ്കിൽ ചെയ്താലും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം ഞാനൊരു രോഗിയാണ്, എനിക്ക് ചുമയും ജലദോഷവും ഒക്കെ ഉണ്ട്, പനിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ രോഗിയാണെന്നുണ്ടെങ്കിൽ അല്ലേ ഞാനൊരു ഡോക്ടറെ കാണാൻ പോവുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വേണ്ട വിധത്തിൽ എത്ര പറഞ്ഞാലും അവർ ഒഫൻഡഡ് ആകുകയല്ലാതെ, അതുപോലെ തന്നെ ഒരു കാര്യം, ഞാൻ അങ്ങനെയുള്ള വ്യക്തികളെ എനിക്കറിയാം, പേഴ്സണലായിട്ട് എനിക്കറിയാം. നമ്മൾ എത്ര മര്യാദയോടുകൂടി മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ സംസാരിച്ചാൽ പോലും അവരൊരിക്കലും അവരുടെ തെറ്റുകൾ അവർ അംഗീകരിക്കില്ല. തെറ്റെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരുടെ ആ സ്വഭാവ രീതിയെ അത് ന്യായീകരിക്കാൻ വേണ്ടി അവർക്ക് പല തരത്തിലുള്ള ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറയും. ഉദാഹരണമാണ്, നമ്മൾ ഒരു വ്യക്തിയോട് പറയുകയാണ് നീ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ അവരെടുത്തിടുന്ന ഒരു തുരുപ്പ് കുലാനുണ്ട്. എന്താണെന്നറിയോ? ഭക്തിയുടെ മാർഗമായിരിക്കും. ഉദാഹരണം, ചിലപ്പോൾ അവർ വളരെ ശക്തമായിട്ട് നമ്മളോട് പ്രതികരിക്കും.
അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാതിരിക്കും. അപ്പൊ അവര് വിചാരിക്കുന്ന ചില റിലീജിയസ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആത്മാരാധനാപരമായിട്ടുള്ള അതൊരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു ഡിസോർഡറിലേക്ക് വരണമെന്നില്ല. പക്ഷേ നമ്മളുടെയൊക്കെ ജോലി സ്ഥലത്തോ മറ്റുള്ള ഇടപെടുന്നിടത്തോ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. മാറ്റാമോ എന്നുള്ളതിനെ കുറിച്ച് മാറ്റാം. പക്ഷേ റോയ് സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം അത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതിൽ കൂടുതൽ വിശ്വസിക്കാൻ, ബി പോസിറ്റീവ്. അതാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റാമായിരിക്കും, പക്ഷേ അത്ര എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഇപ്പൊ പറഞ്ഞില്ലേ എന്താണ് റിലീജിയസ് ആയിട്ടുള്ള എന്തോ പറയുന്നു, എന്തായിരുന്നു അത്? അതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യാവോ പ്ലീസ്? അല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്, അതായത് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ പെരുമാറ്റ രീതികൾ, അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നൊരാളോട് നമ്മൾ പറയുന്നു. ഒരു ചെറിയ മൈനറൊന്നോ അല്ലെങ്കിൽ ഒരു 55% ഡയഗ്നോസിൽ ഇപ്പം 55% കൂടുതൽ എബവ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ കാറ്റഗറി അല്ല, ഒരു നാർസിസിസ്റ്റ് ആണെന്നുള്ള ആ ഒരു ഡെഫിനിഷനിലേക്ക് വരുള്ളൂ, ആ ഡിസോർഡറിലേക്ക് വരുള്ളൂ. ഇപ്പൊ ഇങ്ങനെയുള്ള, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പം ഏതെങ്കിലും തരത്തിൽ അവരിത് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ അവരോട് പറയാണ്, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയെ ഒരാൾ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പല തരത്തിലുള്ള ആർഗ്യുമെന്റ്സും ഡിഫൻസ് മെക്കാനിസവും കൊണ്ടുവരും. അതിൽ ഒന്നാണ് ചിലപ്പം ചില ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നോ ഐ കാൺട്ട്. സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഇതാണ്, നോ ഐ എം റിലീജിയസ് അല്ലെങ്കിൽ ഐ എം പ്രാക്ടീസിങ്. അതിപ്പം ഏതെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പലതരത്തിലുള്ള മതവിഭാഗക്കാരുണ്ട്. അവർ ചെയ്യുന്ന ആ രീതി, ഞാൻ പറയാം, പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകുന്നു, ഞാൻ മറ്റേതെങ്കിലും തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഐ കാൺ ഡു ഇറ്റ്, ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്, ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം എന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെടുകയുള്ളൂ. ഞാൻ പറഞ്ഞത് അവരുടെ ആ തെറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഡിസോർഡറിനെ കുറിച്ച്, അത് എത്ര ലെവൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് പറഞ്ഞ് മനസ്സിലാക്കി ഐ ഹാവ് ദീസ് പ്രോബ്ലം എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പിന്നെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മോശമായ പ്രവൃത്തി ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല, ബിക്കോസ് ഞാൻ അങ്ങനെ ഭയങ്കര പയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള രീതി അല്ലെ? അങ്ങനെയല്ല? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം, ഇപ്പൊ ചില ഈ നാർസിസിസ്റ്റുകൾ ചില സമയത്ത് സോ എംപത്തറ്റിക് ആയിട്ട് കാണിക്കും. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ അതായത് എമ്പതി ഉള്ളവരാണെന്ന് കാണിക്കുക. അപ്പൊ അവർ വേണമെങ്കിൽ എവിടെയെങ്കിലും സംഭാവനയൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് അവരുടെ വീട്ടിലോ ജോലി സ്ഥലത്തോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ അവര് വളരെ മോശമായിട്ട് പെരുമാറും. അതുപോലെ തന്നെ ഇവരിങ്ങനെ ഈ കാണിക്കുന്നത് അവര് കൂടുതൽ കരുണയുള്ളവരാണ്, എമ്പതി ഉള്ളവരാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭാവന കൊടുക്കുന്നവരാണ്. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവര് മനഃപൂർവ്വം കാണിക്കും. അതിന്റെ ലക്ഷണമാണ് ഫോട്ടോ എടുത്തിടുക, സോഷ്യൽ മീഡിയയായി പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈയടി കിട്ടാൻ വേണ്ടി. ഇനി അത് എല്ലാം ചെയ്യണമെന്നില്ല, ഞാൻ പറഞ്ഞ ലൈക്ക് ദാറ്റ്. കാരണം അവർ സൈലന്റ് ആയിട്ടൊരു കാര്യം ഉള്ള നല്ല ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്യുകയില്ല. ഇതിങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അതുപോലെ തന്നെ റിലീജിയസ് പ്രാക്ടീസസ്, ഞാൻ പറഞ്ഞ പയസ് അങ്ങനെയുള്ള കാര്യങ്ങളിലും അവർ ഇതേ രീതിയിലുള്ള പുറത്ത് ഒരു മുഖം കാണിക്കും. അത് ചിലപ്പോൾ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അവര് പുറമേയുള്ള ആളുകളുടെ ഇടയ്ക്ക് അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കോ. പലപ്പോഴും നമുക്കറിയാം, മറ്റുള്ള ചില ആളുകൾ ഇവരെ പറ്റി പറയുന്നു, ഇവരുമായിട്ട് അടുത്തറിയുന്ന ആളുകൾ പറയുമ്പോഴേക്കും അവർ ജീവിക്കുന്ന സമൂഹത്ത് അല്ലെങ്കിൽ അയൽവക്കങ്ങളില്, ജോലി സ്ഥലങ്ങളില്, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ അവരങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മൾ പറയുന്ന രീതിയിലുള്ള ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡർ അവർ പ്രകടിപ്പിക്കാതിരിക്കും. നിങ്ങൾ പറഞ്ഞത് അത് കറക്റ്റാ. കാരണം എനിക്കറിയുന്ന ഒരാള്, അയാളുടെ വീട്ടിലെ ആള് തനി നാർസിസ്റ്റിക് ബിഹേവിയർ ആണ്. പക്ഷെ അതേ സമയത്ത് അയാൾക്ക് ഭയങ്കര പ്രകൃതി സ്നേഹമാണ്. ആനിമൽസിനോടൊക്കെ അയാൾക്ക് ഭയങ്കര അറ്റാച്ച്മെന്റും എംപത്തിയും. അവർക്ക് ഒരിത്തിരി ഫീൽ ചെയ്താൽ അയാൾ കരയും. പക്ഷെ അതേ സമയത്ത് വീട്ടിൽ ഭാര്യ പനിച്ച് കിടന്നാലോ അല്ലെങ്കിൽ മക്കൾക്ക് വീണു ഫ്രാക്ചർ പറ്റിയെങ്കിൽ
ഓ അതെല്ലാം നാച്ചുറൽ ശരിയായിക്കോളും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അയാൾക്ക്. അപ്പൊ അത് അതിന്റെ കറക്റ്റ് ആണ് വളരെ. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു. മൃഗങ്ങളുടെ ആ വേദന സഹിക്കാൻ കാണാനും സഹിക്കാനും മേലാത്തതുകൊണ്ടാണ്. പക്ഷേ ഹിറ്റ്ലർ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. ശരിയാണ്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ നാർസിസ്റ്റിക് എന്ന് പറഞ്ഞ ബിഹേവിയർ ഉള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളെ മാനേജ് ചെയ്യാനുള്ള 25 തരത്തിലുള്ള ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചാണ് സാറും സംസാരിച്ചത്. ഒരുപക്ഷെ അവര് മാറ്റുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വളരെ നമുക്ക് സ്വയം എങ്ങനെ മാറി അവരെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തരത്തിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഓക്കെ, അപ്പൊ സാർ കൂടെ ജീവിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. കാരണം നമ്മളും എപ്പോഴും ഒരേ ലെവലില് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ നമുക്കും പറ്റില്ല. നമ്മളും മനുഷ്യരല്ലേ. അപ്പം ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾ വല്ലാതെ ലോ ആയിരിക്കുമ്പോ ഈ ബിഹേവിയർ കാണുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും. വേണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല, ബട്ട് ഇറ്റ് സോ ഹാപ്പൻസ്. അവിടെയാണ് ഈ മാനേജ്മെന്റിന്റെ ആവശ്യം. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും അതൊരു ക്രൈസിസ് തന്നെയാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെ പറയും. ജോൺ ഫിലിപ്പോസ് സാർ, ഷാജി മാത്യു സാർ, ആർക്കെങ്കിലും ഉണ്ടോ? എനിബഡി എൽസ്? അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. അതിനുശേഷം ഡിസ്കഷൻ ആണ്. സർ, മെഡിറ്റേഷൻ. ഓക്കെ, നമ്മൾ തുടങ്ങാണ്. കേൾക്കുന്നുണ്ടോ സാബ് സാർ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. സോ നമ്മൾ തുടങ്ങാണ്. ആത്മാരാധകനായ വ്യക്തിയുമായി എങ്ങനെ സംസാരിക്കാം എന്നതിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ധ്യാന സമയത്ത് ആത്മാരാധകരായ അവരുടെ സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരാളുമായി ഇടപഴകുമ്പോൾ ശാന്തവും അനുകമ്പയും നിറഞ്ഞ ഒരു സമീപനം വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങളുടെ ആന്തരിക സമാധാനവും സന്തോഷവും മാനസികവും ശാരീരികവും വൈകാരികവുമായ സുസ്ഥിതിയും ചിന്തകളിൽ വ്യക്തതയും നിലനിർത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഫലപ്രദമായി ആശയവിനിമയം നടത്തുകയും ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും സുസ്ഥിതിയുടെ ഭാഗമാണ്.
സുഖപ്രദമായ ഒരു ഇരിപ്പിടം കണ്ടെത്തി നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമിക്കത്തക്ക രീതിയിൽ ഇരിക്കുക. ശരീരത്തിന് പൂർണ്ണമായ വിശ്രമവും സുഖവും ലഭിക്കുന്നതിനുള്ള ആവശ്യമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വരുത്താം. ധ്യാനിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായും പൂർത്തിയായി എങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ സാവധാനം അടയ്ക്കുക. മൂക്കിലൂടെ ആഴത്തിലുള്ള ശ്വാസം 3 പ്രാവശ്യം എടുക്കുക. നിങ്ങളുടെ ശ്വാസകോശം പൂർണ്ണമായി നിറയ്ക്കുക. 1 നിമിഷം ശ്വാസത്തെ പിടിച്ചു നിർത്തിയതിനു ശേഷം നിങ്ങളുടെ മൂക്കിലൂടെ പതുക്കെ ശ്വാസം വിടുക. ഈ ആഴത്തിലുള്ള ശാന്തമായ ശ്വാസം 2 തവണ കൂടി നിങ്ങൾക്ക് ആവർത്തിക്കാം. ഓരോ ശ്വാസവും പുറത്തു വിടുമ്പോഴും ഏതെങ്കിലും പിരിമുറുക്കമോ സമ്മർദ്ദമോ അലിഞ്ഞു പോകാൻ അനുവദിക്കുക. ായി നമ്മൾ ഒരു ഉദ്ദേശത്തെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക. ഈ ധ്യാനത്തിനും നിങ്ങളുടെ വരുവാനിരിക്കുന്ന അനുദിന ജീവിതത്തിലെ ആശയവിനിമയത്തിനും ഒരു ഉദ്ദേശം സജ്ജമാക്കുക. ഒരുപക്ഷെ അത് പ്രകോപനപരമായ സമയത്തും ശാന്തമായിരിക്കുക, അനുകമ്പയുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ക്ഷേമം സംരക്ഷിക്കുക എന്നിങ്ങനെയുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുക. സൗമ്യമായി ആ ഉദ്ദേശത്തെ നിങ്ങളുടെ മനസ്സിൽ ഏതാനും പ്രാവശ്യം ഉരുവിടാം. ഉദാഹരണമായി, ആത്മാരാധകനായ ഒരു വ്യക്തി നമ്മളെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ഈ സമയത്തും ഞാൻ ശാന്തനായിരിക്കും. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുക. നമ്മളുടെ ധ്യാനം നമ്മൾ തുടരുകയാണ്. അടുത്തതായി നമ്മൾ അതിരുകളെ ദൃശ്യവൽക്കരിക്കുകയാണ്. ഈ ധ്യാനത്തിൽ നിങ്ങളുടെ ഇടം മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരിടമുണ്ട്. സമാധാനപരവും സുരക്ഷിതവും ആശ്വാസകരവുമായ അന്തരീക്ഷത്തിൻ്റെ ഒരു മാനസിക ചിത്രം നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുക.
ഇതുവഴി ശാരീരികമായ സമ്പൂർണ്ണ വിശ്രമം, ശ്രദ്ധ, നാം ഓരോരുത്തരുടെയും ഇളകാത്ത ഒരു അടിത്തറ അല്ലെങ്കിൽ ആധികാരികത എന്നിവ വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിയും. ആദ്യമായി ഒരു അടിസ്ഥാനം, അത് നിങ്ങളിരിക്കുന്ന ഒരു മുറിയാകാം, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടമാകാം, ഒരു കടൽ തീരം, അല്ലെങ്കിൽ വനം, അതുപോലെയുള്ള നിങ്ങളുടെ സ്ഥലത്തിന് ഒരു അടിത്തറ സങ്കല്പിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുറിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പൂന്തോട്ടത്തിലാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ താഴെയുള്ള നിലം ചിത്രീകരിക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ച് അവബോധമുള്ളവരാകുക. ആ നിലത്തില് മൃദുവായ പുല്ലോ മണൽത്തരിയോ അല്ലെങ്കിൽ ഒരു ഉറച്ച തറയോ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ നിങ്ങളുടെ അടിത്തറ ഉറപ്പിക്കുകയാണ്. അടുത്തത് അതിരുകളാണ്. ഈ സ്ഥലത്തിന്റെ അതിരുകൾ നിങ്ങൾ ഇരിക്കുന്ന മുറിയുടെ ഭിത്തിയോ മതിലുകളോ മരങ്ങളോ ഒരു തുറന്ന ചക്രവാളമോ ആകട്ടെ. നിങ്ങൾ സൃഷ്ടിച്ച ഇടം ആസ്വദിക്കാൻ അല്പസമയം ചിലവഴിക്കുക. ഈ അതിരുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശാന്തമോ സന്തോഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഉണർവ് നൽകുന്നതാണോ? നിങ്ങൾക്ക് വിശ്രമിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ ഇടം ഒരു അഭയകേന്ദ്രമായി ഉപയോഗിക്കാം. നിങ്ങൾ ഒരു ആത്മാരാധകനുമായി സംവദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ചിത്രീകരിച്ച ഈ ഇടം നിങ്ങൾക്ക് അഭയകേന്ദ്രമാകും. ഇപ്പോൾ ഇവിടെ ഈ അഭയകേന്ദ്രത്തിൽ, ഈ സ്ഥലത്ത് നിങ്ങൾ ശാരീരികമായും മാനസികമായും വൈകാരികമായും പൂർണ്ണ വിശ്രമത്തിലും സുരക്ഷിതരുമാണെന്ന് സങ്കല്പിക്കുക. അടുത്തതായി നമ്മൾ അനുകമ്പ വളർത്തുവാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. അവരുടെ മനുഷ്യത്വത്തെയും അവർ അഭിമുഖീകരിക്കാനിടയുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ പോരാട്ടങ്ങളെയും അവരുടെ മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകളെയും അംഗീകരിക്കുക.
നാർസിസിസ്റ്റിക് സ്വഭാവങ്ങൾ പലപ്പോഴും ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയിൽ നിന്നും വേദനയിൽ നിന്നും സ്വയം അവബോധത്തിന്റെ അഭാവത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണെന്ന് നമ്മൾക്ക് തന്നെ ബോധ്യമുള്ളവരാകാം. നിങ്ങളെ ദ്രോഹിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിനു പകരം അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ആന്തരിക അസ്വസ്ഥതയുടെ പ്രതിഫലനമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുകമ്പയുടെ ഒരു തരംഗത്തെ അയക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. അവധാനപൂർവമായ ആശയവിനിമയം പരിശീലിക്കുക. വരാനിരിക്കുന്ന സംഭാഷണം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. അടിസ്ഥാനപരമായും കേന്ദ്രീകൃതമായും തുടരാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ശാന്തവും വ്യക്തവുമായ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. ഒരു ആത്മാരാധകന്റെ വാക്കുകളെ മുൻവിധിയില്ലാതെ കേൾക്കുന്നതായി പരിശീലിക്കുക. അവരുടെ വാക്കുകൾ ആഴത്തിൽ ശ്രവിക്കുക. എന്നാൽ നിഷേധാത്മകമോ കൃത്രിമമോ ആയ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളരുത്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നെ ഉണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് അമിതഭാരം തോന്നുന്നുവെങ്കിൽ സാവധാനത്തിലും ആഴത്തിലും ഏതാനും പ്രാവശ്യം ശ്വാസോച്ഛ്വാസം എടുക്കുവാനും ഈ നിമിഷത്തെ കടന്നു പോകുന്നതായി അനുവദിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ആന്തരിക സമാധാനവും നിങ്ങൾക്ക് ചുറ്റുമുള്ള സംരക്ഷണവും കൂടുതൽ ശക്തിയുള്ളതായി സങ്കല്പിക്കുക. കൂടുതൽ ശക്തി സംഭരിക്കുന്നതിനായി നിശബ്ദമായി നിങ്ങളുടെ മനസ്സിൽ ഇപ്രകാരം ആവർത്തിക്കാം: ഞാൻ ശാന്തനാണ്, ഞാൻ അനുകമ്പയുള്ളവനാണ്, എൻ്റെ പ്രതികരണങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഞാൻ. എൻ്റെ അതിരുകൾ ശക്തമാണ്. സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ എൻ്റെ ക്ഷേമം സംരക്ഷിക്കുന്നു. ഏതാനും നിമിഷം ഈ സ്ഥിരീകരണങ്ങളുടെ ശക്തിയും ഉറപ്പും
നിങ്ങളുടെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്നതായി അംഗീകരിക്കുക, അത് അനുഭവിക്കുക. സാവധാനം നിങ്ങളുടെ അവബോധം ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും ശാന്തമായി ചലിപ്പിക്കുക. ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. നിങ്ങളിരിക്കുന്ന ആ ഇടത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അവബോധം, ആ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് വീണ്ടും പുനഃസ്ഥാപിക്കുക. നിങ്ങൾ തയ്യാറായി കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ഈ ശാന്തതയും ശക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പടരട്ടെ. Okay, sir. Thank you. താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയൂ. നമ്മൾ പറഞ്ഞ വിഷയത്തെക്കുറിച്ചോ മെഡിറ്റേഷൻ്റെ പാർട്ടിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സുകളോ നാർസിസ്റ്റ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ. സാർ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. ചില പോയിന്റുകൾ വളരെ ഫേമായിട്ട് നമ്മൾ കാര്യങ്ങളെ അവതരിപ്പിക്കണം. അതുപോലെ നമ്മുടെ ബൗണ്ടറീസ് കൃത്യമായിട്ട് ബൗണ്ടറീസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. പവർ സ്ട്രഗിൾസ് ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ ഒത്തിരി ജസ്റ്റിഫിക്കേഷൻ്റെ, അതുപോലെ ജഡ്ജ്മെന്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ബി സ്പെസിഫിക് ആൻഡ് കൺസൈസ്, ഇങ്ങനെ ഒത്തിരി പോയിന്റുകളിലൂടെ ആണ് സത്യത്തിൽ ഈ ഒരു മാനേജ്മെന്റിലേക്ക് കടന്നു. അപ്പൊ ഇവിടെ എല്ലാം ഒരു പേഴ്സണൽ തലത്തിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, എനിബഡി എൽസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അനുവിന്ദ, കുറെ നാളായല്ലോ. ഓക്കെ, വൺ സെക്കൻഡ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് മെഡിറ്റേഷനും ചെയ്യാൻ പറ്റി. വളരെ എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൗണ്ടറി സെറ്റ് ചെയ്തതൊക്കെ ഞാനിങ്ങനെ ബൗണ്ടറിന് മുകളിൽ ഒരുപാട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പോ സാറിന് ഒരുപാട് താങ്ക്സ്, ഇത്രയും മനോഹരമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ജോർജ് സാർ. സാറേ, പതിവ് പോലെ തന്നെ മനോഹരമായിരിക്കുന്നു. ഈ മൈൻഡ്ഫുൾ ക്ലാസ് എല്ലാം തന്നെ പ്രയോജനപ്രദമാണ്. എന്നാൽ ഇന്നത്തെ ക്ലാസ് വളരെയേറെ പ്രയോജനപ്രദമാണ്. കാരണം വീട്ടിലായാലും വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് ഒന്ന് തിരിച്ചറിയാനും അതിലേക്ക് ഒരു പടി കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെയ്താലും എന്തൊക്കെ തരത്തിൽ വരെ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഇന്നത്തെ ക്ലാസ് വന്നു എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് തോന്നുന്നത്. തീർച്ചയായിട്ടും സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. സന്തോഷം. താങ്ക് യു.
Thank you, sir. Thank you. Yes, സാറേ, അടുത്ത ക്ലാസ് നമുക്ക് മൈൻഡ്ഫുൾ ലിസണിങ് ഓർ ലിസണിങ് നാർസിസിസ്റ്റ് എന്നുള്ള ക്ലാസ് ആ വിഷയം എടുത്താലോ? അടുത്ത ആഴ്ച How to listen a narcissist mindfully. അപ്പൊ നമ്മൾ ചോദിച്ചതിന്റെ ഒരു പ്രോബ്ലം അതാണ്. വേറെ ആർക്കെങ്കിലും? സരസ്വതി മാം, ഗംഗാധരൻ സാർ, ആൻഡോ കുര്യൻ, മാത്യു, ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യും. സോ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ നമുക്ക് ലിസൺ ചെയ്യാം അല്ലെ? അത് വേണമെങ്കിൽ എടുക്കാം. ഇതിന് മാത്രമല്ല സാറേ, ഇത് വളരെ ആധികാരികമായ തലത്തിൽ നമുക്ക് ഏതൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴും, ഇത് മാത്രമല്ല, നാർസിസ്റ്റിക് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലല്ലോ, അതിന്റെ അപ്പുറത്തും ഹിസ്റ്റോണിക് പലതരത്തിലുള്ള, ഇവിടെ എല്ലായിടത്തും ഇത് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള എന്ന് വെച്ചാൽ ഈ വ്യക്തിയെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് നമ്മളുടെ സൈഡിൽ നിന്ന് വരുത്തേണ്ട ക്രമീകരണങ്ങളെ അല്ലെ, ഒരു സിസ്റ്റത്തെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ ഇഫക്റ്റീവ് ആണ്. കാരണം എത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഇങ്ങനെയുള്ളവരെ ഒന്ന് മാനേജ് ചെയ്യുന്നത്. ഒരു സെൽഫ് മാനേജ്മെന്റ് പാർട്ട് തന്നെയാണ്. ആ വ്യക്തിക്ക് വലിയ വ്യക്തമായ ചേഞ്ചസ് ഒന്നും വരും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അവരെ എത്രമാത്രം അവെയർ ആകുന്നു, അവർ അതേസമയം എല്ലാ സ്ഥലത്തും കാണിക്കുന്നില്ല. അതാണ് വരുന്നൊരു പ്രത്യേകത. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു സ്വഭാവമാണെന്ന് പറയാൻ പറ്റത്തില്ല. ചില ഏരിയകളിൽ അവരുടെ ചില ആവശ്യങ്ങളുടെ മുമ്പിൽ ഒക്കെ അത് ചെയ്യാം. ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടല്ലോ. അവിടെ എല്ലാം ഈ സെൽഫ് മാനേജ്മെന്റ് എങ്ങനെ ആപ്ലിക്കബിൾ ആകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് നമ്മളെപ്പോഴും ഇമോഷണലി ബ്രേക്ക് ഔട്ട് ആയി, അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റാതെയായി, ഈ വ്യക്തി ഇങ്ങനെയാണെന്നുള്ള ചിന്തകളിൽ നിന്ന് മാറിപ്പോകുന്ന പുതിയ അവസ്ഥകളുണ്ട്. ഓക്കെ, വേറെ ഒന്നുമില്ല ജോഷ് സാർ? Thank you and good night. See you. Okay, then have a nice evening to everybody and good night. Holistic health in the ദിവസമാണ്. Okay. Thank you sir. Nice. Okay then, yeah, bye.